അങ്ങനെ ഉണ്ണിമൂന്നനെ മാർക്ക് എന്ന സിനിമ കണ്ടു. നല്ലൊരു ഡീസന്റ് ആക്ഷൻ ഫിലിമായിട്ടാണ് തോന്നിയത്. ഒരു ഗംഭീര സിനിമ എന്ന് പറയുന്നതിൽ പോലും അത്യാവശ്യം നല്ലൊരു ഡീസന്റ് മൂവി തന്നെയാണ് മാർക്ക്. വയലൻസ് നിന്നോട് 100% നീതി പുലർത്തിയ ഒരു സിനിമ തന്നെയാണ് മാർക്കോ എന്ന് പറയുന്നത്. അതും ഗംഭീരമായ ബ്രൂട്ടൽ വയലൻസ് എല്ലാമാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ വർക്കായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ മേക്കിംഗ് തന്നെയാണ്. അത് നല്ലൊരു ഗംഭീരമായി തന്നെ ഹനീഫ് അദാനി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഫ്രെയിം ആയാലും വിഷ്വൽസ് ആയാലും എല്ലാം കൊണ്ടും നല്ലൊരു മേക്കിങ്ങിൽ മുമ്പിട്ട് നിൽക്കുന്ന സിനിമ തന്നെയാണ് മാർക്ക്. ഹനീഫ് അദാനി ഈ സിനിമയിൽ ഉണ്ണിമൂന്നനെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കോ പീറ്റർ എന്ന കഥാപാത്രം അത്രക്കും വയലൻ്റായ ഒരു ബ്രൂട്ടൽ ക്യാരക്ടറും കൂടിയാണ്. അത് ഗംഭീരമായി തന്നെ ഉണ്ണിമൂന്നൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി സ്റ്റൈലടക്കം അത്രയും ഗംഭീരമായിരുന്നു. ഇത്രയൊക്കെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോലും ഈ സിനിമയുടെ ഏറ്റവും ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ സിനിമയുടെ സ്റ്റോറിയിൽ വരുന്ന ഇമോഷണൽ കണക്ഷനാണ്. അത് ഈ സിനിമയിൽ ഒരു ഇമോഷണൽ കണക്ട് ഈ സിനിമയിൽ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ പോലും ഈ സിനിമയിലെ ബ്രൂട്ടൽ സീക്വൻസുകൾ കൊണ്ട് ഈ സിനിമ വേറെ ലെവലിലേക്ക് തന്നെ ഹനീഫ് അദാനി എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ രവി ബസറിൻ്റെ